മാതൃസ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിലെ ദഅവത്തിൻ്റെ അമലുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന സ്ഥാപനമാണ് അൽ ജാമിഅത്തുൽ കൗസരിയ്യ. 50 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മൗലാന ദാഇയ മില്ലത്ത് മൂസ മൗലാന റഹിമഹുല്ലാഹ് അവരുടെയും അതുപോലെ തന്നെ മുജാഹിദ് മില്ലത്ത് സുബൈർ ഹാജി അവരുടെയും ഒക്കെ വളരെ ത്യാഗോജ്ജലമായ പരിശ്രമത്തിൻ്റെ ഫലമായി അമൂല്യമായൊരു സ്ഥാപനമാണ് ജാമിഅത്തുൽ കൗസരിയ്യ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 50 വർഷങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ മഹത്തായ സേവനങ്ങൾ, എൽമിയായ സേവനങ്ങൾ, ദീനിയായ സേവനങ്ങൾ വളരെ ഭംഗിയായി വളരെ മേന്മയോടുകൂടി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വിദ്യാർത്ഥികളിൽ ഉണ്ടാകേണ്ട സമകാലികമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ വിദ്യാഭ്യാസ രീതിയെയും അതിൻ്റെ പ്രോഗ്രാമിങ്ങിനെയുമൊക്കെ സമകാലികമായി പരിവർത്തിപ്പിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വിദ്യാർത്ഥികൾക്ക് പല മേഖലകളിൽ വളർന്നു വരാൻ ആവശ്യമായ പുതിയ പുതിയ തലങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ആ തലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുവാനുമൊക്കെയുള്ള വളരെ ത്യാഗപൂർണമായ അർത്ഥപൂർണമായ പരിശ്രമങ്ങൾ ജാമിഅത്തുൽ കൗസരിയ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളെയാണ് നമ്മൾ നാളേക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ആ വിദ്യാർത്ഥികളിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരുടെയും എല്ലാം പരിശ്രമങ്ങൾ നടക്കുന്നത് അവരിലാണ്. നാളെയുടെ വാഗ്ദാനങ്ങളായി നമ്മൾ മുന്നിൽ കാണുന്ന നമ്മുടെ പൊന്നുമക്കളെ നാം എങ്ങനെ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ സ്ഥാപനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ അത് എങ്ങനെ അവരിൽ ഫലം ചെയ്യുന്നു, ഇതെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ചുള്ള പരസ്പരമായ ചർച്ചകളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ഒക്കെ നടക്കൽ വിദ്യാർത്ഥികളെ പോലെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ പോലെ തന്നെ സ്ഥാപനത്തിൻ്റെയും വളരെ ഒഴിച്ചുകൂടാനാകാത്തൊരാവശ്യമാണ്. സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തവല്ലി അവറുകൾ, മുഹത്തമിം അവറുകൾ ആ വിഷയത്തിൽ വളരെ ജാഗരൂകരാണ്. വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ കാർക്കശ്യത്തോടുകൂടിയും ആ വിഷയങ്ങളിൽ ഇടപെടുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലാഹു ആയുസ് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിനെ ഉമ്മത്തിന് അധിക നാൾ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കൾ അത് സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ അസറ്റുകളാണ്, ഏറ്റവും വലിയ മുതൽക്കൂട്ടുകളാണ്. അവരിലാണ് നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, നബവിയായ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, മഹാന്മാരായ മുഖാബികളായ ഇമാമിങ്ങളുടെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവരിൽ പരിശ്രമിക്കുകയും അവരെ ദീനിന്റെ വലിയ വ്യക്തിത്വങ്ങളായി ദായികളാക്കി പണ്ഡിതന്മാരാക്കി നാളെ ദീനിന്റെ മുഖങ്ങളായി അറിയപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങളുടെ മക്കളെയാണ്.
അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകും. അൽ ജാമിഅത്തുൽ കൗസരിയയിൽ നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്നാക്കിയാൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഈ രൂപത്തിലെല്ലാം ഈ രീതിയിലെല്ലാം അവർ വളർന്നു വരും, അവർക്ക് ഇന്ന ഇന്ന കഴിവുകൾ ഉണ്ടാകും, അവരെ കുറിച്ച് പിന്നെ ദീനിയായ രംഗങ്ങളിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹിഫ്ദിന്റെ രംഗങ്ങളിലാണെങ്കിലും പല വിധത്തിലും ആ വിദ്യാർത്ഥികൾ വളർന്നു വരും, ഉയർന്നു വരും. ഉസ്താദ്മാര് നോക്കിക്കോളും, സ്ഥാപനം നോക്കിക്കോളും. ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകും, അത് ശരിയാണ്. പക്ഷെ അതിലുപരിയായി ആ വിദ്യാർത്ഥികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വേണ്ട വിധത്തിൽ ഫലം ചെയ്യുന്നുണ്ടോ, അത് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ക്യാച്ച് ചെയ്യുന്നത്, അത് വിദ്യാർത്ഥികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതിന് തടസ്സകരമായ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഇനിയും നമ്മൾ എന്തെങ്കിലും ഒരുക്കി കൊടുക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ഉസ്താദുമാരുമായുള്ള രക്ഷിതാക്കളുടെ ആശയവിനിമയവും അവരുടെ ബന്ധവും അവരുടെ ഇടപാടുകളും ഇതെല്ലാം പൂർവാധികം വളരെ ഭംഗിയായ രീതിയിൽ നടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ടാർഗറ്റുകൾ അത് പൂർത്തിയാക്കി മനോഹരമാക്കി ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ വരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഇങ്ങനെ വിളിക്കുന്നത്. രക്ഷിതാക്കളുടെ മീറ്റിംഗ് ശരിക്കും വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നടക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ 1 പ്രാവശ്യമെങ്കിലും നിർബന്ധമായും രക്ഷിതാക്കളെ വിളിക്കണം. അത് എല്ലാ രക്ഷിതാക്കളും 100% പങ്കെടുക്കണം. ഇവിടെ നടത്തുന്ന പ്രോഗ്രാമുകളിൽ അവരുടെ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ടാകണം. അവരെല്ലാവരും സ്ഥാപനത്തെ അറിയണം, സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതികൾ അറിയണം, ഇവിടുത്തെ ഉസ്താദുമാരെ അറിയണം, ഉസ്താദുമാരുമായി സംവദിക്കണം, സംസാരിക്കണം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ കുറിച്ചുള്ള ഉസ്താദുമാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് രക്ഷിതാവ് എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും അറിയുക എന്നത് നിങ്ങളുടെ ആവശ്യവും ഉത്തരവാദിത്വവും ഒക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ സാന്നിധ്യം നിർബന്ധമാണ്. എപ്പോഴും സ്ഥാപനം നിങ്ങളെ വിളിക്കുന്നോ സ്ഥാപനത്തിൽ നിങ്ങൾ വരണം, എത്തിച്ചേരണം. അത് നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളെക്കാൾ ഉപരിയായി. കാരണം ഇന്നത്തെ കാലം പഴയതുപോലെയല്ല. കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന പല ഉത്തരവാദിത്തങ്ങളുണ്ട്. കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന പല വലിയ വലിയ വെല്ലുവിളികളുണ്ട്. ആ രംഗങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടേണ്ടതുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയാക്കി അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്നൊരിക്കലും ഒരു രക്ഷിതാവ് വിചാരിക്കരുത്. നിരന്തരം സ്ഥാപനവുമായുള്ള ബന്ധം, ഉസ്താദുമാരുമായുള്ള ബന്ധം അത് നിലനിർത്തണമെന്ന ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലെ സീനിയർ ഉസ്താദും അതുപോലെ തന്നെ ഈ സദസ്സിന്റെ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദ് നട്ടൂർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.